ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഹരികുമാറിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചു. സ്ഥലത്ത് ജനങ്ങളുടെ പ്രതിഷേധം. ഗോകുൽനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ അതിക്രൂരമായി കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവമാണ്. സ്വാഭാവികമായും ജനരോഷമുണ്ടാകും. ഇപ്പോൾ പ്രതിയുമായി അവിടെ തെളിവെടുപ്പ് നടക്കുകയാണോ? വിശദാംശങ്ങൾ. സന്ധ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിലാണ്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇപ്പോൾ എന്തായാലും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹരികുമാറിനെ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ച് തെളിവുകൾ രജിസ്റ്റർ ചെയ്യുക. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചില പോലീസിന്റെ ചില ന്യായങ്ങളാണ്. വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളാണ് പോലീസ് നിരത്തുന്നത്. കാരണം കഴിഞ്ഞ 6 വർഷമായി ഇത്തരത്തിൽ ഈ ഹരികുമാർ മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ 2 ദിവസം, അതായത് 1.5 ദിവസത്തോളം അടുപ്പിച്ച് കസ്റ്റഡിയിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വെച്ച് പരിശോധിപ്പിക്കുന്നതിന് പകരം ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്? അതിന് അന്ധവിശ്വാസവുമായി ബന്ധങ്ങളില്ല എന്ന് പോലീസ് അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട്. ഈ സന്യാസിയെ അല്ലെങ്കിൽ ഈ പൂജാരിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സ്വാമിയുമായി നടന്നു തുടങ്ങിയ കാര്യങ്ങൾ മുൻപ് പരാതിയായി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും 30 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് കാണാതായി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പൂജാരിയെ എന്തായാലും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചോദ്യം ചെയ്യലും ആ ഘട്ടത്തിൽ നടക്കുകയാണ്. ഈ പലപ്പോഴും പലരിലേക്ക് പ്രതിപട്ടിക നീളുന്ന സാഹചര്യവും ഇടയ്ക്കുണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും അവസാനം ഹരികുമാറിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ് പോലീസ്. അതിനപ്പുറത്തേക്ക് ഹരികുമാറിന്റെ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ഇത്തരത്തിൽ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ അല്ലെങ്കിൽ ഈ 4 പേരിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന ഒരു സംഭവമാണ് കുട്ടിയെ കാണാതാകുന്നതും അതേ തുടർന്ന് കുട്ടിയെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയും അത് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയും തുടർന്ന് കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശം കണ്ടെത്തുകയും തുടർന്ന് ഇത് കൊലപാതകം, കുട്ടിയെ എറിഞ്ഞു കൊന്നതാണെന്ന് അമ്മാവൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ തെളിവുകൾ തേടുന്നതിൽ പോലും പോലീസിന് വലിയ വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ എസ്.പിയുടെ സംഘം, റൂറൽ എസ്.പിയുടെ സംഘം അറിയിക്കുന്നത്. മുൻപ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി പറഞ്ഞിരുന്നതാണെങ്കിൽ ഇത്തരത്തിൽ ചില വ്യക്തി താല്പര്യങ്ങൾ ഹരികുമാറിനുണ്ടായിരുന്നു. ആ വ്യക്തി താല്പര്യം നടക്കാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയെ എറിഞ്ഞു കൊലപ്പെടുത്താൻ തക്ക മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഹരികുമാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹരികുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ളവരെ വിട്ടയച്ചിരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇനി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമാകും കൂടുതൽ അന്വേഷണം ഉണ്ടാകുക. ഹരികുമാറിനെ ഇന്ന് വീട്ടിലെത്തിച്ചപ്പോൾ വലിയ ശക്തമായ ജനരോക്ഷവും പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്ര ആത്മരോക്ഷം നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തു. 2.5 വയസ്സുകാരിയെ കൊല്ലാനുള്ള എന്ത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നു ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് ഏറ്റവും എടുത്തു വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നാട്ടുകാരുടെ ആദ്യത്തെ പ്രതികരണങ്ങളാണ്. അവർ തന്നെ പറയുന്നത് ഹരികുമാറിന് അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ സാധ്യതയില്ല. അത്തരത്തിൽ ഹരികുമാറിന് മാനസികമായിട്ടുള്ള കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹരികുമാറിലേക്ക് ഇത്തരത്തിൽ ഈ പ്രതി പട്ടിക നീളുമ്പോൾ അല്ലെങ്കിൽ ഹരികുമാറിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ വ്യക്തതയില്ല തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണോ എന്നറിയില്ല, ഹരികുമാറിലേക്ക് തന്നെ നാട്ടുകാരും ഒതുങ്ങുന്നുണ്ട്. അമ്മ ശ്രീതു ആയിക്കോട്ടെ, അച്ഛൻ ശ്രീജിത്തിലും ഒന്നും പങ്കില്ല എന്ന് പോലീസ് പറയുന്നില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യത വരേണ്ടതുണ്ട്. പോലീസ് നേരത്തെ റൂറൽ എസ്.പി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പ്രതിയായ ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യമുണ്ട്, 6-7 വർഷമായി മരുന്നെടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ബാലരാമപുരം കൊലപാതക കേസിലെ പ്രതി ഹരികുമാറിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്.